എടുത്തതെന്ന് പറഞ്ഞാൽ ഏകദേശം 2 മണി അടുപ്പിച്ചായി. ഇനി കൊണ്ട് ഫോണ് കൊണ്ട് ചാർജ് ഇടുക. ഏകദേശം എങ്ങനെയല്ലേ ഒരു 1 മണിക്കൂറും വേണ്ട, അതിന് മുമ്പേ ഫോൺ വിളിച്ചാൽ കൊണ്ടിട്ടിട്ട്. പിന്നെ വേറെ അങ്ങനെയൊന്നുമില്ല, അക്കെല്ലാം കുഴപ്പമില്ലാതെ പോകും. ആ 1 മണിക്കൂർ കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആയിട്ട് ഞാൻ വരും. ഫോൺ കൊണ്ട് ചാർജ് ചെയ്തിട്ട് ഏകദേശം 80% ചാർജ് ആയി. അരമണിക്കൂർ കൊണ്ട് ഫോണ് അവിടെ നിന്ന് ചാർജ് ചെയ്യുന്ന എടുത്ത് ഇനി നേരെ അവിടെ പോകും. സ്റ്റേഷൻ. പിന്നെ വേറെ കുഴപ്പമില്ല, എല്ലാം ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും 3 മണിക്ക്, പിന്നെ 3:30, 4 ഇനി 4 മണിക്ക് ചെക്ക് ചെയ്യണം, കൺഫേം ആയത്. പിന്നെ ഒരു സ്ഥലത്ത് ഔട്ട് ലീഗ് ഇന്നലെ പുറത്തു പോയല്ലേ, അവിടെ ഒന്ന് കൂടുതൽ നേരം ചെക്ക് ചെയ്യണത്. അതിൻ്റെ ഔട്ട് കുറവാണ് പോണത് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് എൻ്റെ അടുത്ത് എത്ര 3.70 ആകുമ്പോൾ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. പിന്നെ അല്ലാതെ വേറെ ഇല്ല. എറണാട്ടോ കിടക്കണത്, അത് കുഴപ്പമില്ല. ഇപ്പം നോക്കുമ്പോൾ എത്രയെന്നറിയാം. പിന്നെ നമ്മളെ ഇവിടെ നിന്ന് പോണ ഒരെണ്ണം കുറയ്ക്കേണ്ടി വന്നു, അത് കുറച്ചായിരുന്നു. ജൂനിയർ അടുപ്പിച്ചായിരുന്നു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പോകും. അകത്തുനിന്ന് ഇറങ്ങി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഇറങ്ങി നേരെ പോയി പല്ല് വെച്ച് സെറ്റായിട്ട് ഇറങ്ങി. ആകാശം ഇന്നൊരു വെറൈറ്റി, ഒരു യുണീക്ക്. ഈ സൈഡ് ക്ലൗഡി, ഈ സൈഡ് നോർമൽ, ഈ സൈഡ് ഫോഗി. 3 ഒന്നിച്ച്. മഴ, ഉദിക്കണത്, മഞ്ഞ്, ഒരു വെറൈറ്റി. അയ്യോ, അത് ഫോഗി നല്ലുണ്ട് ആ സൈഡ്. ഇനി പോവുക, പല്ല് കഴിക്കുക, ഡ്രസ്സ് കഴുകിയിടുക, ഇപ്പോൾ കിടന്നിറങ്ങുക. പല്ല് കഴിച്ച് കഴിഞ്ഞ് ഇനി പോയി ഡ്രസ്സ് മാറുക, എന്നിട്ട് കഴുകിയിടുക, ഡ്രസ്സ് കഴുകിയിടുക, അത്ര തന്നെ. പിന്നെ വന്ന് അതും കഴിച്ചിട്ട് വീട്ടിൽ ചെറിയൊരു കോളിങ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. ഇനി വേറെ ഒന്നും. അതും കുടിക്കുക, അതും കഴിക്കുക, മുട്ടയും ചീസും സോസും അതും കഴിച്ചിട്ട് കിടന്നുറങ്ങുക. തണുപ്പടിച്ചു. നൈറ്റ് ഗൈസ്, ഇപ്പോൾ കിടന്നുറങ്ങാൻ പോണ്. ഉറങ്ങണേ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഉറങ്ങണേറ്റേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ഗൈസ്. കുറച്ചേരം ഇരിക്കുക, പോയി പല്ല് കഴിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഫുഡ് കഴിക്കാൻ സമയമായി, ഫുഡ് ഉണ്ടാക്കി കഴിയുകയും ചെയ്തു. പോയി ഫുഡും കഴിക്കുക, അന്വേഷിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഭയങ്കര തലവേദന. വെയിലും നല്ല ചൂടുണ്ട്. ഇപ്പം സമയമാവുകയും ചെയ്തു. അത് ഉറക്കം തന്നെയായിരുന്നു. ഇനി ഫുഡും കഴിച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ച് പോയി കുളിക്കണം, എന്നിട്ടൊന്ന് വെയിലത്തിരിക്കാം. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു വിടുക, സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. വെള്ളം ഇതുണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇതായി, ചെടി നിൽക്കുന്നിടത്ത് വെള്ളമില്ല, അപ്പോൾ ചെറുതായിട്ട് ഒഴിച്ചു വിടുക. പിന്നെ ഇവിടെ വിത്ത് പൊടിച്ചു തുടങ്ങിയിട്ടത് 2 സ്റ്റെപ്പ് വിത്തിട്ടിരുന്നു. ഒന്ന് ഇവിടെ ഇട്ട്, ഒന്ന് ഇത് മാരിഗോൾഡ് എന്ന് പറഞ്ഞ്, എനിക്ക് മലയാളത്തിൽ എന്തിനാന്ന് അറിഞ്ഞുകൂടാ. 'അയ്യോ'
പറഞ്ഞുകൂടാ മലയാളത്തിൽ. ആ മറ്റേ ചെറുതെന്ന് പറഞ്ഞത് ഇതാണ് ഇട്ടത്, ഇതിൻ്റെ വിത്താണ് ഇട്ടത്. വേറെ ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് സ്പ്രേ ചെയ്ത് പറഞ്ഞു. എന്നിട്ട് പോയി ചായ കുടിക്കണം, എന്നിട്ട് പോയി കുളിക്കണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണക്കം മാറിയതുണ്ട്, ഒഴിച്ചിട്ടിട്ട്. കൂടി കഴിഞ്ഞിട്ട് തേയില ഉണ്ടാക്കി കുടിക്കണം, എന്നിട്ട് പോയി കുളിക്കണം. ഇത് തന്നെ ഇന്നത്തെ ജോലി. അയ്യോ എന്നാ പറയാനാ, ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അയ്യോ കുടിച്ചിട്ട് ഇതും ഇനി ഒരു ഗ്ലാസ്സും കൂടി ഉണ്ട്. അങ്ങനെ 2 ഗ്ലാസ് കുടിച്ചിട്ട് പോയി കുളിക്കും. പിന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്തിരിക്കണം, വെയിറ്റ് ചെയ്ത് രാത്രിയാണ്. പിന്നെ ഒരു 6-6:30 ആകുമ്പോൾ കയറണം. 6-7 പിന്നെ നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ. എടുപ്പിടെ വ്യൂ അല്ലേ. ഇനിയെന്ന് പറഞ്ഞാൽ സമയം ജോലി കയറാൻ കയറാൻ പോകുന്നു. ഒരു കോൾ വിളിക്കാനുമുണ്ട്. ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും വിളിക്കണം. പിന്നെ അടുത്ത് നമ്മൾ പമ്പ് റൂമിൽ ഒന്ന് കയറി നോക്കണം. ചെറിയൊരു മനസ്സോറണം ഒന്ന് ചെക്ക് ചെയ്യാൻ പോകും. വേറെ കുഴപ്പമൊന്നുമില്ല, ചെക്ക് ചെയ്യാൻ തോന്നുന്നത് പോയി ചെക്ക് ചെയ്യുന്നു. അയ്യോ, അല്ലെങ്കിൽ സമയം ചെക്ക് ചെയ്യണമല്ല, എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യണം, അത്ര. മനസ്സ് ഇതായതുകൊണ്ട് നോക്കാൻ തോന്നിയതുകൊണ്ട് നോക്കിയത് അത്രയും. ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ആവും. 31 അടുത്ത മാസം 1 മണി ഡ്യൂട്ടി ചെയ്യുന്നത്. രാവിലെ എന്നാ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യണ ഒരു സൈസ് എന്ന് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ ഏകദേശം ഉണ്ട്. കിലോമീറ്റർ ഉണ്ട്, 50-55 കിലോമീറ്റർ ഉണ്ട്. ഡയറക്റ്റ് ഇവിടെ നിന്ന് അടുത്ത് പോണതാണ്. അതും നമ്മളാണ് കൺട്രോൾ ചെയ്യണം. അത് മാനുവലി നമ്മൾ താഴെ ഇറങ്ങി കൺട്രോൾ ചെയ്യണം. അത് കാണിക്കാൻ പറ്റൂല, കാരണം ക്ലിയർ അല്ല. രാത്രിയായിട്ട് രാവിലെ ഷിഫ്റ്റ് ആകുമ്പോൾ ഞാൻ കാണിക്കാം. അതിനകം പിന്നെ അതും കുറച്ചിടാനുണ്ട്. രാത്രി വെള്ളം കുറച്ചേ പോവുള്ളൂ. ഇപ്പം തന്നെ നല്ല കുറഞ്ഞു, വെള്ളം പോണത് നല്ല കുറഞ്ഞു. 230 പോകണുള്ളൂ, അല്ലെങ്കിൽ ഈ സമയത്ത് 250-260 പോകണം. ഇപ്പം അത് കുറച്ചിട്ടില്ലെങ്കിൽ ലെവല് പെട്ടെന്ന്. അപ്പോൾ അതും കുറച്ച് തരണം. അത് ചെന്ന് ഇറങ്ങിയേ കുറയ്ക്കാൻ പറ്റുള്ളൂ, ഒന്ന് കമ്പ്യൂട്ടറിൽ കുറയ്ക്കാൻ പറ്റില്ല, ചെയ്തിട്ടില്ല അത്. അപ്പോൾ അതും പോയി കുറയ്ക്കാം, അത്ര. ഇപ്പം ലീക്കൊന്നുമില്ല, ടോട്ടൽ ചെയ്ത് റെഡിയാക്കിയത്, സെറ്റാക്കി. ഈ ഫുള്ള് റീഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു. ഈ ഫോട്ടോ എടുത്തിട്ട് ഇത് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 2 മീറ്റർ എന്ന് പറഞ്ഞാൽ റീഡിങ് ഫുൾ എഴുതി. പിന്നെ 12 മണിക്ക് ശേഷമുള്ള പേപ്പർ, അടുത്ത് 12 മണിക്ക് ശേഷം പേപ്പർ ചേഞ്ച് ആവും. അതിനുവേണ്ടിയുള്ള പേപ്പർ റെഡിയാക്കി. പിന്നെ റീഡിങ് 9 മണിയുള്ള റീഡിങ്ങും എഴുതി കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഒന്നും കൂടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത്, അതായത് അടുത്ത ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത് ഫുഡും ഉണ്ടാക്കി കഴിക്കണം. ഫുഡ് അത് മുട്ട മാത്രം തന്നെ കഴിക്കണം, വേറൊന്നുമില്ല. മുട്ട ഒന്നീ ഓംപ്ലേറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ ബോയിൽ ചെയ്താൽ കഴിക്കും.
പിന്നെ 12 മണിക്കൊന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ അത്ര തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ദിസ് വീഡിയോ.